ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സദസ്സിൽ നമ്മുടെ ആവേശോജ്വലമായ പ്രകടനം വീക്ഷിക്കാൻ ഈജിപ്തിലെയും അമേരിക്കയിലും പൗരത്വമുള്ള രണ്ടാളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. 1979 ആസാദി സ്ക്വയർ ഇറാനിലെ ആവേശോജ്വലമായ വിപ്ലവത്തിനു വേണ്ടി ഇസ്ലാമിസ്റ്റുകളും വിപ്ലവകാരികളുമൊക്കെ ഒരുമിച്ചുകൂടിയ ഒരു മൈതാനത്തിന്റെ പേരായിരുന്നു ആസാദി സ്ക്വയർ എന്നത്. ആസാദി സ്ക്വയറിൽ അലയടിച്ച് ഉയർന്ന ഇസ്ലാമിക റവല്യൂഷൻ ലോകത്ത് ആദ്യമായി 924 ശേഷം ഇസ്ലാമിക ഖിലാഫത്ത് തകർന്നു തരിപ്പണമായതിനു ശേഷം ഇസ്ലാമിക ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് വിജയം കണ്ട ഒരു വിപ്ലവമായിരുന്നു ഇറാൻ വിപ്ലവം. ഇമാം ഖുമൈനിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഇറാൻ റവല്യൂഷൻ, അതിന്റെ ഒരു പ്രത്യേകത അതിന്റെ നിറവും രുചിയും മണവും ഇസ്ലാമായിരുന്നു എന്നതാണ്. ഈ ആസാദി സ്ക്വയറിൽ നടന്ന വിപ്ലവം അരങ്ങേറുമ്പോൾ കേരളത്തിലെ അതിപ്രഗത്ഭരായ ചില മതസംഘടനകൾ ഇത് ഷിയാ വിപ്ലവമാണ്, ഇസ്ലാമികമല്ല എന്നും റിദാ ഷാ പഹലവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഈ അടുത്ത് സൗദി അറേബ്യ ഹുസ്നി മുബാറക്കിനെ സപ്പോർട്ട് ചെയ്യുകയും ഹുസ്നി മുബാറക്കിന് വേണ്ടി ഫത്വ ഇറക്കുകയും ചെയ്തപ്പോൾ ഹുസ്നി മുബാറക്കിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം ഉളുപ്പുകെട്ട ഒരു സംഘടന കേരളീയ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് ഇസ്ലാമിന്റെ പേരിൽ പറയാൻ നമുക്ക് ലജ്ജയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഹുസ്നി മുബാറക്കിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നേരത്തെ ഇമാം ഖുമൈനിയുടെ വിപ്ലവം തകരണമെന്നും ഇമാം ഖുമൈനിയുടെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവമല്ലാമെന്ന് പ്രഖ്യാപിച്ച അതേ ആളുകൾ തന്നെ 1975 ഇന്ദിരാഗാന്ധിയുടെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ച അതേ ആളുകൾ തന്നെ ഈജിപ്തിലെ ഏറ്റവും വലിയ സ്വച്ഛാധിപതിയായ ഹുസ്നി മുബാറക്കിന്റെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇസ്ലാമിന്റെ പേരിൽ ലോകത്ത് അലയടിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിൽ കേരളത്തിലെ പ്രഗത്ഭരായ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രഗത്ഭരായ മതസംഘടനകളുടെ പൊസിഷൻ എന്താണെന്നത്, അവരുടെ മതസംഘടനയുടെ ഭാഗധേയം ഏതാണെന്ന് നമ്മൾ ഗൗരവപൂർവ്വം ആത്മവിചാരണയോടുകൂടി വിലയിരുത്തേണ്ട ഒരു സംഗതിയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, തുനീഷ്യയും യമനും നടക്കുന്ന വിപ്ലവ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ അറബ് രാഷ്ട്രത്തിൽ സ്വാധീനം ചെലുത്തുന്നത് ഈജിപ്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബഹുജന മുന്നേറ്റമാണ്. കാരണം ഈജിപ്തിന് അറേബ്യൻ രാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൽ അത്യുജ്വലമായൊരു പദവിയുണ്ട്. അറേബ്യൻ സാഹിത്യത്തിന്റെ ഗതി നിർണയിച്ചത് ഈജിപ്താണ്. അറേബ്യൻ ഡ്രാമകളുടെ ഗതി നിർണയിച്ചത് ഈജിപ്താണ്. അങ്ങനെ രാഷ്ട്രീയത്തിന്റെയും അതുപോലെ സാഹിത്യത്തിന്റെയും സാംസ്കാരിക പ്രവർത്തനത്തിന്റെയും ഗതി നിർണയിച്ച അറേബ്യൻ രാഷ്ട്രങ്ങളുടെ മിഡിൽ ഈസ്റ്റിന്റെ അജണ്ട സെറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. ഈ ഈജിപ്തിൽ നടക്കുന്ന ജാസ്മിൻ റവല്യൂഷൻ, അതാണ് ഇതിന് രാഷ്ട്രീയ നിരീക്ഷകർ പേര് കൊടുത്തിരിക്കുന്നത് മുല്ലപ്പൂ വിപ്ലവം എന്നാണ്. ഇതിന്റെ സൗരഭ്യം ഈജിപ്തിൽ മാത്രം ഒതുങ്ങയില്ലെന്നും അറേബ്യൻ രാഷ്ട്രങ്ങളിൽ മുഴുവൻ ആഞ്ഞടിക്കുമെന്നത് ഈജിപ്തിന് മാത്രം അവകാശപ്പെടാനുള്ള ഒരു പ്രത്യേകതയാണ്. ഈജിപ്തിൽ നടക്കുന്ന വിപ്ലവത്തിന്റെ സൗരഭ്യം ലോകത്തെ മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ചും ഏകാധിപതികളായ അറബ് രാഷ്ട്രങ്ങളിൽ അലയടിച്ചുയരുമെന്നതാണ് ഈജിപ്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇമാം ഹസനുൽ ബന്ന, ഷഹീദ് ഇമാം ഹസനുൽ ബന്ന അന്ന് കൈറോയിൽ ഇരുട്ടറെ ഭേദിച്ചുകൊണ്ട് ആർത്തട്ടഹസിച്ച ഒരു ധ്വനിയുണ്ട്. അത് അല്ലാഹു അക്ബർ എന്നാണ്. അല്ലാഹു അക്ബർ എന്ന ധ്വനി പാഴായിട്ടില്ല എന്നാണ് തഹ്രീർ സ്ക്വയറിൽ ഒരുമിച്ച് കൂടിയ 10,000-കണക്കിന് ആളുകൾ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പാഴായിട്ടില്ല എന്ന പ്രഖ്യാപനമാണ്. തഹ്രീർ സ്ക്വയറിൽ ഇമാം ഹസനുൽ ബന്ന മരണത്തോട് രക്തം പാർന്നലിച്ച് മല്ലടിക്കുമ്പോ അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് മാത്രമായിരുന്നു, അല്ലാഹു വലിയവൻ എന്നതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫറൂഖ് രാജാവിന്റെയും ഗമാൽ അബ്ദുൽ നാസർ രാജാവിന്റെയും ദൂതന്മാരുടെ മുഖത്ത് നോക്കി, നിങ്ങൾ പറഞ്ഞയച്ച കരാറിൽ ഒപ്പിടാൻ ഞാൻ സന്നദ്ധനല്ല,
എന്ന് പറഞ്ഞ് മുഖത്തെ കാട്ടിപ്പറഞ്ഞയച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് തൂക്കുമരത്തിൽ ഊഞ്ഞാലാടിയ ഷഹീദ് സയ്യിദ് കുത്തുബിന്റെ അവസാനത്തെ നിശ്വാസം തഹരീർ സ്ക്വയറിൽ അലയടിച്ചുയരുകയാണ്. അപ്പോഴാണ് നമ്മൾ തെരയുന്നത് ഇവിടെ ഇസ്ലാമിസ്റ്റുകൾക്ക് എത്ര സ്വാധീനമുണ്ട് എന്നാണ്. ഇസ്ലാമിസ്റ്റുകൾ ഈ വിപ്ലവത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും കേരളത്തിലെ പത്രപ്രവർത്തകരും ഇന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഗവേഷണമെന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇമാം ഹസനുൽ ബന്നയും ഷഹീദ് സയ്യിദ് കുത്തുബും നേരത്തെ ഇസ്രായേൽ പറഞ്ഞതുപോലെ ടെൽ അവീവിൽ ഇമാം ഹസനുൽ ബന്നയുടെ ഫലസ്തീൻ വിമോചന സൈന്യം എത്തിയ സന്ദർഭത്തിൽ ടെൽ അവീവിലെത്തിയപ്പോൾ ഇസ്രായേൽ പേടിച്ചു വിരണ്ടു. ഇമാം ഹസനുൽ ബന്ന നേതൃത്വം നൽകുന്ന 10,000 വരുന്ന ഇഖ്വാനിന്റെ കേഡറുകൾ ടെൽ അവീവിലെത്തിയപ്പോൾ വെടിനിർത്തൽ കരാറ് പ്രഖ്യാപിച്ചു. ഷഹീദ് ഹസനുൽ ബന്ന എന്ന് പറഞ്ഞു, ഇസ്രായേൽ ലോകത്ത് ജൂതനൊരു ചരിത്രമേ ഉള്ളൂ, അത് ചതിയുടെ ചരിത്രമാണ്, ആർത്തിയുടെ ചരിത്രമാണ്, അതുകൊണ്ട് ഈജിപ്ത് അതിന് വഴങ്ങരുത് എന്ന് ഇമാം ഹസനുൽ ബന്ന പറഞ്ഞു. ഇമാം ഹസനുൽ ബന്നയുടെ വാക്ക് ചെവികൊള്ളാതെ ബോർഡർ അടക്കുകയും അതിർത്തി അടക്കുകയും ഇസ്രായേൽ സൈന്യത്തെക്കാൾ ക്രൂരമായി ഇഖ്വാൻ മുസ്ലിമൂന്റെ പ്രവർത്തകരെ പീഡിപ്പിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം ഈജിപ്തിന് അവകാശപ്പെടാനുണ്ട്. അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്ന ഓൾഗാ മേയർ എന്ന് പറയപ്പെടുന്ന പ്രഗത്ഭന ഭരണാധികാരി പറഞ്ഞ ഒരു വാക്യമുണ്ട്, ഞങ്ങൾക്ക് ഈജിപ്തിന്റെ ആണവ റിയാക്ടറിനെ പേടിയില്ല, ഈജിപ്തിന്റെ ആയുധങ്ങൾ ഞങ്ങൾക്ക് ഭയമില്ല. പക്ഷേ ഇമാം ഹസനുൽ ബന്നയുടെയും അനുയായികളുടെയും നെഞ്ചകം പിളർന്നു വരുന്ന ഒരു തക്ബീറുണ്ട്, അല്ലാഹു അക്ബർ എന്ന ഈ തക്ബീർ ഈജിപ്തിൽ ആണവ റിയാക്ടറിനേക്കാൾ ഞങ്ങൾക്ക് ഭയമുണ്ട് എന്നാണ്. അതാണ് സഹോദരന്മാരെ തഹരീർ സ്ക്വയറിൽ ജുമാ കഴിഞ്ഞ് വീട്ടിൽ പോവാതെ നിസ്കാരം കഴിഞ്ഞ് ഓരോരുത്തരും വീട്ടിൽ അന്തിമ വസിയത്ത് രേഖപ്പെടുത്തി തഹരീർ സ്ക്വയറിലേക്ക് ഒഴുകുകയാണ്. ഓരോ ദിവസവും ലക്ഷങ്ങളും ആയിരങ്ങളും വർദ്ധിക്കുകയാണ്. ഹുസ്നി മുബാറക് എന്ന സ്വച്ഛാധിപത്യത്തിനെതിരെ ഇസ്ലാമിക രാഷ്ട്രീയം നയിച്ചുകൊണ്ടിരിക്കുന്ന അത്യുജ്വലമായ വിപ്ലവത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവമാണ്. നമുക്കറിയാം, ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും പറയുമ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ തീവ്രവാദികളും വർഗീയവാദികളും ഭീകരവാദികളും അതുപോലെ തന്നെ ജനാധിപത്യ മതേതര വിരുദ്ധ ചേരിയിലുമാക്കി മാറ്റി നിർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. 960 പുരോഗമന പ്രേതം ആവാഹിച്ചുകൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന ആളുകൾ ഇന്ന് നിശബ്ദത പാലിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിനെതിരെയും അതിന്റെ ജനാധിപത്യ വിരുദ്ധതയും അന്വേഷിച്ച് ഗവേഷണം ചെയ്ത് കണ്ടെത്തി പട്ടിണി മാറ്റുന്ന ഒരാൾ പോലും ഈജിപ്ഷ്യൻ റവല്യൂഷന്റെ കാര്യത്തിൽ ഇസ്ലാമിക സംഘടനക്കുള്ള ഇസ്ലാമിക രാഷ്ട്രീയത്തിനുള്ള നേതൃപരമായ പങ്കിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നത് നമ്മൾ കണ്ടു രസിക്കേണ്ടി വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏകാധിപത്യത്തിന്റെ ഒരു ദുർഗുണമുണ്ട്. ഏകാധിപതികൾ ലോകത്ത് ഇന്ന് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റുപറ്റി എന്ന് സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിൻ അലി അങ്ങനെയാണ് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി, വഴിവിട്ട് ഞാൻ സമ്പാദിച്ചു എന്നാണ്. കേരളത്തിലും പല ആളുകളും അത് പറയുന്നുണ്ട്. അധികാരത്തിലിരിക്കുമ്പോൾ വഴിവിട്ട് ഞങ്ങൾ സമ്പാദിച്ചു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അധികാരത്തിലിരുന്ന് വഴിവിട്ട് സമ്പാദിക്കുകയും അവസാനം തെറ്റുപറ്റി എന്ന് പറഞ്ഞ് അധികാര സിംഹാസനം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത് ബിൻ അലിയിലും ഹുസ്നി മുബാറക്കിലും സാലിഹിലും മാത്രം ഒതുങ്ങുകയില്ലെന്നും അത് ലോകത്തിന്റെ എല്ലാ മൂലയിലും ഏകാധിപതികൾക്കുള്ള ചരിത്രപരമായ ഒരു ഗുണപാഠമാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എല്ലാവർക്കുമുള്ള പാഠമാണ്. ഏകാധിപത്യത്തിന്റെ ഏതെങ്കിലും ഒരു സ്വഭാവം സ്വീകരിച്ച്, ഏകാധിപത്യത്തിന്റെ ഏതെങ്കിലും ഒരു ശൈലി സ്വീകരിച്ച് ലോകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകൾക്കും എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും ലോകം നൽകിയ തിരിച്ചടിയതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, സോവിയറ്റ് റഷ്യ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു പേടകമയച്ചാൽ 2 പേടകമയക്കുന്ന മാതിരി അത്രയും ലോകത്ത് ശക്തി ആർജിച്ചിരുന്ന ഒരു രാഷ്ട്രമാണ് സോവിയറ്റ് റഷ്യ എന്ന്. ഇന്ന് സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന പ്രഗത്ഭമായ രാഷ്ട്രത്തെ മഷിയിട്ട് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എവിടെയാണ് സോവിയറ്റ് റഷ്യ? കമ്മ്യൂണിസ്റ്റ് അപ്പ പോലെ വളർന്ന് പന്തലിക്കുകയും അതേപോലെ അത് പെട്ടെന്ന് നശിക്കുകയും ചെയ്ത ലോകത്തെ അടിത്തറയില്ലാത്ത ഒരു വിപ്ലവമായിരുന്നു സോവിയറ്റ് റഷ്യ നയിച്ചത്. സോവിയറ്റ് റഷ്യ പിരിഞ്ഞു പോകുമ്പോ സോവിയറ്റ് റഷ്യയിലെ ആളുകള് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ
സഖാബ് ലെനിന്റെ പ്രതിമ അടിച്ചുടച്ചുകൊണ്ട് അവർ മുഴക്കിയ ഒരു മുദ്രാവാക്യമുണ്ട്, സ്വാതന്ത്ര്യം സിന്ദാബാദ്. ഇതാണ് തഹ്രീർ സ്ക്വയറിൽ മുഴങ്ങുന്ന മുദ്രാവാക്യം. സ്വാതന്ത്ര്യം സിന്ദാബാദാണ്. ഇസ്ലാമിന്റെ ഏറ്റവും ഉന്നതമായ മൂല്യമാണ് ജനാധിപത്യ മൂല്യമെന്നത്. ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും സമുന്നതമായ ഒരു വൈവിധ്യമാണ് തഹ്രീർ സ്ക്വയറിൽ നമ്മൾ കാണുന്നത്. ആണുണ്ട്, പെണ്ണുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മതനിരീശ്വരവാദികളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അതുപോലെ തന്നെ പല ഗ്രൂപ്പുകളിലും പല സംഘടനകളിലും പല വർഗങ്ങളിലും പ്രവർത്തിക്കുന്ന ആളുകളെ ഒരു കുടക്കീഴിൽ വളരെ സമർത്ഥമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ റവല്യൂഷണറി ടേംസുകളാണ് ഇന്ന് ഇഖ്വാനുൽ മുസ്ലിമൂൻ ഈജിപ്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെയും ഇസ്ലാമിന്റെയും ഏറ്റവും സുന്ദരമായ ഒരു ആവിഷ്കാരമാണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നത്. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ന് ലോകത്ത് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളും ഈ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടിരിക്കുന്നത് സെക്യുലറിസ്റ്റുകളും എന്ന വിരോധാഭാസത്തിലാണ് ഇന്ന് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഇതിനെ സംരക്ഷിച്ചു നിർത്തുന്നത് സെക്യുലറിസ്റ്റുകളാണ്, മതേതരവാദികളാണ്, ജനാധിപത്യത്തിന് വേണ്ടി ഉറഞ്ഞുതുള്ളുന്ന ആളുകളാണ്. പക്ഷേ ഇതിനു വേണ്ടി ശബ്ദിക്കുന്നതും ലോകത്ത് അത്യുജ്വലമായ ഒരു ജനാഭിപ്രായ രൂപീകരണം ഉണ്ടാവണമെന്നും അതിനുവേണ്ടി മാസ് ബേസ്ഡ് ആയ ഒരു റവല്യൂഷന് ലോകത്ത് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതും ഇന്ന് ഇസ്ലാമിസ്റ്റുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധ്വംസനത്തിന്റെ ഒരു ഉപാധിയുണ്ട്. ജനാധിപത്യത്തിന്റെ ഒരു വശമാണ്. അതുകൊണ്ടാണല്ലോ ദൗർഭാഗ്യവശാൽ 543 കള്ളന്മാരെ പേരേണ്ട ഗതികേട് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായത് എന്നത്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. 85,000 രൂപ അലവൻസും എല്ലാം കഴിഞ്ഞ് ബാക്കിയാവുന്ന ആൾക്ക് ക്യാൻറ്റീനിൽ 3 രൂപക്ക് മീൽസ് കിട്ടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ രൂപക്ക് മീൽസ് കിട്ടുന്നത് പാർലമെന്റ് ഭവനിലെ ക്യാൻറ്റീനിലാണെന്ന് നമുക്കറിയും. പൈസ ഇല്ലാത്ത പാവങ്ങളാണ് ഇതിന് കഴിക്കുന്നത് തെറ്റിദ്ധരിച്ചാൽ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ശമ്പളം വാങ്ങുകയും ആ സാലറിക്ക് വേണ്ടി രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ശബ്ദമുയർത്തുകയും അത് സമ്പാദിക്കുകയും ചെയ്ത ആളുകളാണ് ഇന്ന് ഇന്ത്യയിലെ പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ നിന്ന് 3 രൂപക്ക് മീൽസും അതുപോലെ തന്നെ 10 രൂപക്ക് ചിക്കൻ ബിരിയാണിയും കഴിച്ച് ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് വില കിട്ടുന്ന ഒരു ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏകാധിപത്യത്തിന്റെ എല്ലാ ദുഷ്പ്രവണതകൾക്കെതിരെയും ഇന്ന് ലോകത്ത് അലയടിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ പിന്നിൽ ഇസ്ലാമിസ്റ്റുകളാണെന്ന് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കണം. ലോകത്ത് വിപ്ലവം നയിച്ച, ലോകത്ത് പൊട്ടിത്തെറിച്ച ഷഹീദായ രക്തസാക്ഷികളായ ഇമാം അബ്ദുൽ അസീസ് റംതീസിയും ഷെയ്ഖ് അഹമ്മദ് യാസീനും സയ്യിദ് കുത്തുബും അതുപോലെ തന്നെ ഷഹീദ് ഇമാം ഹസനുൽ ബന്നയുടെയും രക്തത്തുള്ളികൾ ലോകത്ത് പാഴായിട്ടില്ല എന്നതാണ് ഈ അറബിക്കടലിന്റെ ശാന്തതയെ അസ്വസ്ഥത കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കളെന്ന് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. നേരത്തെ ഓബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ഒരു വിപ്ലവത്തിന് നമ്മൾ തുടക്കം കുറിക്കണം. ഏറ്റവും സമാധാനപരമായ, ഏറ്റവും ജനകീയമായ ഒരു റവല്യൂഷന് ലോകത്ത് ഇസ്ലാമിസ്റ്റുകൾക്ക് സാധിക്കുന്നു എന്ന് പറഞ്ഞ് സമാധാനപ്പെടാതെ ലോകത്തെ ഏറ്റവും ശാന്തിസുന്ദരമായ ഒരു റവല്യൂഷൻ ഈ രാജ്യത്തും പൊട്ടിപ്പുറപ്പെടാൻ നേതൃത്വം നൽകേണ്ടത് എന്റെ മുന്നിലിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ യുവാക്കളുമാണ് എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. അതുകൊണ്ട് ആത്മാഭിമാനത്തോടുകൂടി ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് ലോകത്തെ വിപ്ലവത്തിന്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇപ്പോൾ നരച്ച ആളുകൾക്ക് നരക്കേണ്ടതില്ലാത്ത വിധം വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ദൈവം തമ്പുരാൻ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകാധിപതികൾക്കെതിരെ റെഡ് സിഗ്നൽ ലോകത്ത് എല്ലായിടത്തും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെളിയിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഭാഗതയേതാണ്, നമ്മുടെ പങ്കെന്താണ് എന്നതിനെക്കുറിച്ച് ഗൗരവമായ വിലയിരുത്തലിന് ശേഷമാണ് നമ്മൾ ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ മുദ്രാവാക്യം മുഴക്കേണ്ടത്. അഹമ്മദ് യാസീൻ, അബ്ദുൽ അസീസ് റംതീസി, ലോകത്ത് ഇന്നും പിടഞ്ഞു ഭരിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരം കുഞ്ഞുങ്ങള്, വിധവയായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകള്, അതുപോലെ തന്നെ കുടുംബം നഷ്ടപ്പെട്ട യുവാക്കള്, അതുപോലെ മറ്റെല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഗസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഓപ്പൺ ജയിലാണ്. ഏഷ്യയിൽ നിന്ന് അങ്ങോട്ട് പോയ നമ്മുടെ പ്രതിനിധി സംഘത്തിന്, ഏഷ്യയിൽ നിന്ന് പോയ പ്രതിനിധി സംഘത്തിന് നമ്മൾ കൊടുത്ത് അവിടെ ഗസയുടെ ബോർഡർ കടന്ന് മരുന്നും ഭക്ഷണവും കൊടുക്കാൻ
$12,000 ഈജിപ്ഷ്യൻ ഗവൺമെന്റ് കൈക്കൂലി ചോദിച്ചെന്നറിയുമ്പോ നമ്മൾ അമ്പരക്കുകയാണ്. വിശന്നു വലഞ്ഞവന് ഭക്ഷണം കൊടുക്കുന്ന, മരുന്ന് കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിന് കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി ആവശ്യപ്പെടുന്ന അത്രയും ദയാരാഹിത്യമായ അധികാര സംവിധാനം ലോകത്തിന്റെ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയുമെന്ന് ഉച്ചേസ്ത്രം പ്രഖ്യാപിച്ചുകൊണ്ടാവണം അത്തരം ഏകാധിപതികൾക്കെതിരെ മുഖം നോക്കാതെ സമരം ചെയ്യുന്ന ആളുകളായി നമ്മൾ ജീവിതത്തിൽ മാറുമെന്ന പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടായിരിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ മൈതാനം നമ്മൾ വിടുന്നത്. അതുകൊണ്ട് ഈജിപ്തിൽ നടക്കുന്ന സുന്ദരമായ ഇസ്ലാമിക വിപ്ലവത്തിന്റെ അലയൊലികൾക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സർഗാത്മകമായ ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.